മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച സ്വഹിയായ ഹദീസുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പതുക്കെ ദിക്ർ ചൊല്ലാം, പ്രാർത്ഥിക്കാം, ഖുർആൻ ഓതും, കുഴപ്പമൊന്നുമില്ല. മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച സ്വഹിയായ ഹദീസുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പതുക്കെ ദിക്ർ ചൊല്ലാം, പ്രാർത്ഥിക്കാം, ഖുർആൻ ഓതും, കുഴപ്പമൊന്നുമില്ല. അതെന്താ ചെയ്യേണ്ടത്? പഠിച്ചോട്ടിരിക്കുക, ദിക്റില്ല, ദ്വാരക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങൾ കണ്ടത് ഈ സുന്യാൽക്ക് എന്താ പിന്നെ ചെയ്യല്? ശരിക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിപ്പോ അയാൾ ആ രീതിയിലാണ് പറഞ്ഞത്. നമ്മളെ ഷാർജ മൗലവി ഉണ്ടല്ലോ, നമ്മളെ സലഫി, ഈ സലഫി ഒന്നുകൂടെ ഊക്ക് കൂട്ടി പറയും. അത് പറയണ എന്താ അറിയോ? ബഹുമാനപ്പെട്ട മുസലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പ്രവാചകർ ചെന്നിട്ട് അബീ സലമക്ക് പൊറുക്കണം റബ്ബേ എന്ന് മുത്തനബി ദ്വാരനിരുന്നു. അതുകൊണ്ട് മരിച്ചടത്ത് നമ്മൾ വേർക്കുമ്പോ ആമീൻ പറയാൻ മലക്കുകളുണ്ട് മുഅ്മിനീങ്ങളെ. അതേ ഹദീസിന്റെ ബാക്കി ഭാഗമാണ് ഇദാ ഹദർതുമുൽ മരീള അവിൽ മയ്യിത. ഈ മയ്യത്തിന്റെ അടുക്കൽ ചെന്നാലും എന്താ വേണ്ടത്? പ്രാർത്ഥിക്കുക. മയ്യത്തിനെ കാണുമ്പോ നമ്മൾ വെറുതെ മയ്യത്ത് കണ്ടുപോരലല്ല സുന്നത്തുള്ളത്. മയ്യത്ത് കണ്ടുപോരലിൽ ഒരു വലിയ പുണ്യമൊന്നുമില്ല സുഹൃത്തുക്കളെ. ജനാസയുടെ അരികിൽ നമ്മൾ ഹാജരാകുമ്പോ ചെയ്യേണ്ടത്, അല്ലാഹുവിന്റെ റസൂലദാ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ റസൂലുള്ളാഹി അബൂ സലമത്തിന്റെ അരികിലേക്ക് പ്രവേശിച്ചിട്ട് അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ദുആ ചെയ്ത സംഭവം നമുക്ക് സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങിയിട്ട് കുറെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് വഫ്സഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, അബൂസലമത്തിന്റെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ, അബൂസലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂസലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ടേ, മുഅ്മിനീങ്ങളെ. അത് പണ്ടേ ഞങ്ങൾ പറയുന്നുണ്ട് മൗലവിമാരെ, ഇതല്ല പണ്ടേ നമ്മൾ പറയുന്നത് എന്നല്ല ഇവര് പറഞ്ഞപ്പോ എന്താണ്? ആമീൻ പറയാൻ കാണാത്ത മലക്കുകളുണ്ടേ മുഅ്മിനേ. മലക്കുകൾ ഏതായിരുന്നാലും മരിച്ചോട്ട കൂട്ടുപ്രവർത്തനല്ല. മലക്കുകൾ മരിച്ചോട്ട കൂട്ടുപ്രവർത്തനക്ക് എതിരല്ല. മലക്കുകൾ പറഞ്ഞാരാ? സഖാഫികളല്ലല്ലോ, സുല്ലമികളല്ലല്ലോ, ഹാസിനികളല്ലല്ലോ, ഇബാദും മുക്റമൂൻ, റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട അടിമകളാണ്. ഇല്ലാ യഅസൂന അല്ലാഹ മാ അമറുഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. മൗലിമാരെ, അവർ തെറ്റ് ചെയ്യാത്തവരാണ്. ആ മലക്കുകൾ പേര് മരിച്ചടത്തൊക്കെ പ്രാർത്ഥനയ്ക്ക് അനുകൂലമാണ്. കൂട്ടുപ്രാർത്ഥന മുസ്ലിംമാർ നടത്തുന്നോ നോക്കി നിൽക്കുന്നു. മുസ്ലിംമാർ ആർക്കുമ്പോ മലക്കുകൾ ആമീൻ പറയുന്നു കേട്ടോ. ഒരു വഹാബി ജീവൻ പോയാലോ ചത്ത പശുവിനെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നു കേട്ടോ.